ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ചെമ്പനിയാർ പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയെ കാണിക്കുകയാണ്. അപ്പോൾ ശ്രുതിയോട് മീര ചോദിക്കുകയാണ്, എടി ശ്രുതി, നിനക്ക് പാർലറിലേക്കൊന്നും പോകണ്ടേ? നീ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെ ശരിയാവുന്നത്? നിനക്ക് ജോലിക്ക് പോകണ്ടേ എന്നൊക്കെ ചോദിക്കുക. എടി എനിക്ക് ജോലിക്ക് പോകാനൊന്നും തോന്നുന്നില്ല, ഞാൻ ആകെ മൂഡ് ഓഫിലാണ്, എനിക്കിപ്പോൾ ജോലിക്ക് പോകാനുള്ള ഇതൊന്നും ഇല്ല, എങ്ങനെയെങ്കിലും ആ വീട്ടിലേക്കൊന്ന് കയറിയാൽ മതിയെന്ന് മാത്രമേ എൻ്റെ മനസ്സിലൊരു ചിന്തയുള്ളൂ. എടി അതിന് നമ്മൾ കുറേ പ്രയത്നിച്ചല്ലോ, ആ വീട്ടിലേക്ക് നിന്നെ കയറ്റില്ല, അപ്പം പിന്നെ എന്ത് ചെയ്യാനാണ്? ഇല്ലടി, എന്തൊക്കെ വന്നാലും എനിക്ക് ആ വീട്ടിലേക്ക് തിരിച്ചു കയറണം, അതിന് എന്തെങ്കിലും വഴി എനിക്ക് ഒപ്പിച്ചേ മതിയാവുള്ളൂ, അതുവരെ എനിക്ക് പാർലറിൽ പോയി ജോലി ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ എനിക്ക് കിട്ടില്ലടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നാലും നീ അവിടെ ഒരു നല്ല കാര്യം ചെയ്തിട്ട് നീ അറിഞ്ഞില്ലല്ലോ പറഞ്ഞപ്പോഴേക്കും, നല്ല കാര്യമോ? എന്ത് നല്ല കാര്യം? അല്ല, അവിടെ ഇന്ന് ആൻറ്റിയുടെ ബർത്ത്ഡേയോ? ആ, അവിടെ ചന്ദ്രാൻറ്റിയുടെ ബർത്ത്ഡേ ആണെന്നും പറയുകയാണ്. അത് ശരി, ആ പെണ്ണുമ്പുറയുടെ ബർത്ത്ഡേ അല്ലാതിരിക്കും എന്ത് വേണേലും ചെയ്യട്ടെ, അതൊക്കെ എന്തിനാണ് ഞാൻ അന്വേഷിച്ച് നടക്കുന്നത്? എനിക്ക് അവരെ കണ്ണിന് നേരെ കണ്ടുവിടാം, പക്ഷെ എനിക്ക് ആ വീട്ടിലേക്ക് കയറണം, അതിന് അവരുടെയും കൂടി ഒരിത് വേണം, എന്നാൽ മാത്രമേ എനിക്ക് ആ വീട്ടിലേക്ക് കയറാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് അവരെ ഇഷ്ടമല്ല തീരെ. എടി, നീ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സങ്കടമാവില്ലേ? പിന്നെ ഞാൻ വിഷ് ചെയ്തിരുന്ന സങ്കടമാകുമ്പോൾ അല്ല, നീ എങ്ങനെ അറിഞ്ഞ്? അത് പിന്നെ സുധിയില്ലേ, സുധി ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഞാൻ അറിഞ്ഞതാ. ഫേസ്ബുക്കിലോ? ആ എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കണം. വേണ്ട, എനിക്ക് കാണണ്ട, എനിക്ക് അവരുടെ മുഖം പോലും കാണണ്ട, അവരെന്നെ ആട്ടിയിറക്കിയ സ്ത്രീയാണ്, ആ സ്ത്രീയുടെ മുഖം എനിക്ക് കാണേണ്ട യാതൊരു ആവശ്യമില്ല എന്നൊക്കെ ഇവിടെ പറഞ്ഞപ്പോഴേക്കും, എടി എന്നാലും നിന്റെ ഭർത്താവിൻ്റെ അമ്മയല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് മറ്റൊരു ഐഡിയ ഓർമ്മ വരികയാണ്. ഏതായാലും പിടികിട്ടി, ആൻറ്റിയുടെ ബർത്ത്ഡേ ആയിരുന്നല്ലേ നീ പറഞ്ഞത്? അപ്പോൾ ആൻറ്റിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമുക്ക് ആൻറ്റിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? അതേടി, ഒരു മുട്ടൻ സർപ്രൈസ്. ആ സർപ്രൈസിൽ ആൻറ്റി ഏതായാലും വീഴും, ആൻറ്റിക്ക് ഒരു ചെയിൻ മേടിച്ചു കൊടുക്കാം എന്ന് പറയാണ്. ചെയിനോ? ഗോൾഡ് ചെയിനോ? പിന്നെ ഗോൾഡ് ചെയിനൊക്കെ എത്ര പൈസയാവും? അതിനൊക്കെ പൈസ എൻ്റെ കയ്യിലുണ്ടോ? ആവുന്നില്ല. പക്ഷേ ഗോൾഡ് ചെയിനേക്കാളും വെല്ലുന്ന ഗോൾഡ് കവറിങ് ചെയിൻ. എടി, അതും കൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കും. എവിടെ പൊളിച്ചെടുക്കാൻ പോകുന്നു? ഒരു പൊളിച്ചെടുക്കലും ഇല്ല. അത് കണ്ടു കഴിഞ്ഞാലുണ്ടെങ്കിലേ ഗോൾഡ് കവറിങ് ആണെന്ന് തോന്നൂലടി. അതേപോലുള്ള രീതികളിലായിരിക്കും ഞാനത് മേടിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ ആ ചെയിനും കൊണ്ട് അവിടെ കൊണ്ട് കൊടുക്കും. ആ മണ്ടി അമ്മായിയമ്മ അതൊന്നും തിരിച്ചറിയാൻ പോകുന്നില്ല. ഞാനത് കൊണ്ടേ കൊടുക്കാൻ നേരത്തെ അവർ അന്തിച്ചു പോകും. അയ്യോ, എൻ്റെ മരുമകള് എനിക്ക് ഗോൾഡ് ചെയിൻ മേടിച്ചുകൊണ്ട് വന്നല്ലോ എന്നൊക്കെ ആലോചിച്ചു ഭയങ്കര സന്തോഷിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മേരിയാണെങ്കിൽ, എടി ഭയങ്കര, നിനക്ക് എത്ര കിട്ടിയാലും നീ പഠിക്കില്ലേ? ഓരോ ദിവസം കഴിയും തോറും കള്ളത്തരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, നിനക്ക് പേടിയൊന്നുമില്ലേ? പേടിയോ? എനിക്കെന്തിനാ പേടി? എനിക്കൊരു പേടിയില്ല. ഇനി ചെയിൻ മേടിച്ചിട്ട് അവിടെ കൊണ്ട് കൊടുക്കണം എന്ന് ശ്രുതി പറയുക. ഈ സമയം തന്നെ ചന്ദ്രോദയം കാണിക്കാം, അവിടെ ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യുക. ഇതെല്ലാം കണ്ട നമ്മുടെ ചന്ദ്ര കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ്. സച്ചിയും രേവതിയൊക്കെ ബലൂൺ കെട്ടുകയും ഡെക്കറേഷൻ ചെയ്യുകയും അടുക്കളയിൽ പായസം അങ്ങനെ വേണ്ട വിധത്തിൽ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ കണ്ടതെന്ന് ചന്ദ്രയ്ക്ക് വളരെയേറെ സന്തോഷം തോന്നി. ഇവർ ഭയങ്കര ആഹ്ലാദിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് നമ്മൾ ശ്രുതിയെ കാണിക്കുകയാണ്. അപ്പോൾ ശ്രുതി ആ ഒരു കവറിങ് ചെയിൻ മേടിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് എടി മീരെ, ഇതെങ്ങനെയുണ്ട് എന്ന് ചോദിക്കണം. ഇത് കൊള്ളാമല്ലോ, അടിപൊളിയായിട്ടുണ്ടല്ലോ, ഇതൊരിക്കലും കവറിങ് ആണെന്ന് തോന്നേയില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇത് കവറിങ് ആണെന്ന് തോന്നൂല, ഇത് ഞാൻ പേക്ക് ചെയ്ത് നിന്റെ കയ്യിൽ തന്നു വിടും, ഇത് നീയാണ് കൊണ്ടേ കൊടുക്കേണ്ടത്. ഞാനോ? എടി, നീ എന്നെ കൊലക്ക് കൊടുത്ത് അടങ്ങുള്ളല്ലേ? അതൊന്നും അങ്ങനെയൊന്നും ആവില്ലെന്നേ. ഇത് നീ കൊണ്ടേ കൊടുക്കണം. ഞാൻ കൊണ്ടേ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ നിമിഷം അവരെന്നെ ആട്ടിപ്പായിക്കും, അത് ശരിയാവില്ല. അതുകൊണ്ട് നീ കൊണ്ടേ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ശ്രുതി, എനിക്ക് പേടിയാണ് നിന്റെ അമ്മായിയമ്മയെ. എന്നെ കണ്ടു കഴിഞ്ഞാലും നിന്റെ കൂട്ടുകാരിയാണെന്നറിയാലോ, എന്നെ അടിച്ച് പുറത്താക്കും. അതിന് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിന്നെ അവർക്ക് വലിയ കാര്യമൊക്കെയാണ്, നിന്നെ അങ്ങനെ ആട്ടി പുറത്താക്കിയൊന്നുമില്ല. നീ ഈ കവറിങ് അതുകൊണ്ട് അവിടെ കൊടുക്കുക, എന്നിട്ട് ഞാൻ തന്നാണെന്ന് അങ്ങോട്ട് പറ. അവരുടെ മനസ്സ് മാറൂന്നേ, 100% ഉറപ്പാണ്. അവരുടെ മനസ്സ് മാറും. അവർക്ക് ഈ പണത്തോടും സ്വർണത്തോടൊക്കെ ഭയങ്കര ആർത്തി പണ്ടാരോ അത്. അതുകൊണ്ട് അവരുടെ മനസ്സ് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നൊക്കെ ശ്രുതി പറയുകയാണ്. എടി, അങ്ങനെ വേണം എന്ന് പറയാ.
അങ്ങനെ ചന്ദ്രോദയം കാണിക്കുകയാണ്. ചന്ദ്രോദയത്തിൽ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കേക്കെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ശ്രുതി ഒരു ലെറ്റർ എഴുതുകയാണ്. അപ്പോൾ ലെറ്റർ എഴുതുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മീര ചോദിക്കുകയാണ്, അല്ല ശ്രുതി ഇതെന്താ ലെറ്ററൊക്കെ ഇതെന്താ ഇങ്ങനെ എഴുതുന്നത് ചോദിച്ചുമ്പോൾ എൻ്റെ അമ്മായിയമ്മയ്ക്ക് കൊടുക്കാൻ, കാരണം ഇതും കൊണ്ട് പോവുകയാണല്ലോ. അപ്പോൾ ഈ ലെറ്റർ എഴുതി ഇത് ആ ഗിഫ്റ്റ് ബോക്സിൻ്റെ ഉള്ളിൽ വെക്കണം. അവർ തുറക്കുമ്പോൾ അത് മനസ്സിലാക്കിക്കോളും ഞാനാണ് അത് കൊടുത്തതെന്ന്. അവരാ കണ്ടിട്ട് ആഹ്ലാദിക്കട്ടെ, അവരുടെ മനസ്സ് മാറട്ടെ, അവരുടെ മനസ്സ് നിറയട്ടെ. എൻ്റെ ഈ വരികൾ കാണുമ്പോൾ അവരുടെ കണ്ണുകളൊക്കെ നിറയും. നീ ഇതൊന്ന് വായിച്ചു നോക്കി മീരേ എന്നും പറഞ്ഞുകൊണ്ട് മീരയ്ക്ക് വായിക്കാനായിട്ട് കൊടുക്കുക. അപ്പം അത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്നടി സത്യമായിട്ടും കേട്ടോ, ഈ ഒരു ഡയലോഗ് വായിച്ചു കഴിഞ്ഞിടത്ത് അവരുടെ മനസ്സ് മാറുമെന്ന് അതിൽ ഒരു സംശയമില്ല. ഉറപ്പായിട്ട് മനസ്സ് മാറും. അതേപോലെ ഡയലോഗുകളല്ലേ നീ എഴുതി വെച്ചിരിക്കുന്നത് ആണല്ലോ. അപ്പോൾ നിനക്ക് ഉറപ്പായാലും അവരുടെ മനസ്സ് മാറുമെന്ന്. ഇനി ഈ ബോക്സിലേക്ക് ഇത് മടക്കി വെച്ചിട്ട് നീ കൊണ്ട് കൊടുത്തു, ഒരു കുഴപ്പം സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ ചന്ദ്രോദയം കാണിക്കുകയാണ്. അപ്പോൾ ചന്ദ്രോദയത്തിൽ കേക്ക് ഇങ്ങനെ നിരത്തി വെച്ചു. അപ്പോൾ സച്ചിയും രേവതിയും വർഷയും ശ്രീകാന്തും രവിയും പിന്നെ നമ്മുടെ ശ്രുതിയും ഒക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുക. അപ്പോൾ ശ്രുതി പറയണം, കേക്ക് മുറിക്കണ്ടേ, അയ്യോ ഇത് മെൽറ്റായി പോവും, വാനില ഇത് എന്ത് ഫ്ലേവറാണ്. അവനെ തുടങ്ങി ആർത്തി. എടാ ഒന്ന് വെയിറ്റ് ചെയ്യടാ, അമ്മ വന്നിട്ട് മുറിച്ചിട്ട് എല്ലാവർക്കും പങ്കുവെച്ച് തന്നോളൂ. അതിനു മുമ്പ് തന്നെ നീ ഇങ്ങനെ ആർത്തി കാണിച്ചാൽ എങ്ങനെയാടാ ശരിയാവുന്നത് എന്നൊക്കെ ചോദിക്കണം. അതിന് ഞാൻ ഏത് ഫ്ലേവറാണെന്നല്ലേ ചോദിച്ചത്, പിന്നെ എന്തിനാ കിടന്നിങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുന്നത്? അച്ഛാ ഇനി നമുക്ക് നമ്മുടെ നാടകം കളി തുടങ്ങിയാലോ? അതെ നാടകം കളി തുടങ്ങാം. എങ്കിൽ വാ. എന്ത് നാടകം കളി, ഏത് നാടകം കളി എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോവുക. അങ്ങനെ രവിയെ മാത്രം അവിടെ നിൽക്കുകയാണ്. അപ്പം ചന്ദ്ര വരികയാണ്, രവിയേട്ടാ കേക്കൊക്കെ റെഡി ആയല്ലോ രവിയേട്ടാ. പിന്നെ അല്ലാതെ ചന്ദ്രേ, രവി റെഡി ആയല്ലോ എന്ന് പറയാം. പക്ഷേ രവിയുടെ മുഖത്തൊരു സന്തോഷമില്ല. എന്ത് പറ്റി രവിയേട്ടാ, ബാക്കിയുള്ളവരെല്ലാവരും എവിടെ? കേക്ക് മുറിക്കാൻ സമയമായില്ലേ, എല്ലാവരെയും വിളിക്ക്. ചന്ദ്രേ അവരെല്ലാവരും പോയി. ചന്ദ്രേ അവരെല്ലാവരും പോയിന്നോ? അതെന്താ രവിയേട്ട അങ്ങനെ പറഞ്ഞത്, അവരെല്ലാവരും പോയെന്ന്? അത് പിന്നെ ചന്ദ്രേ അവരെല്ലാം പിണങ്ങിപ്പോയെന്നോ? അല്ലെങ്കിൽ പിണങ്ങിപ്പോകാൻ മാത്രം ഇവിടെ വലിയ സംഭവങ്ങളൊന്നും നടന്നില്ലല്ലോ രവിയേട്ടാ. നീ രേവതിയെ വഴക്ക് പറഞ്ഞില്ലേ അതുകൊണ്ട്? എപ്പോ? ഞാൻ ഇന്നത്തെ ദിവസം രേവതിയെ വഴക്ക് പറഞ്ഞിട്ടില്ല രവിയേട്ടാ. നീ വഴക്ക് പറഞ്ഞു. അവിടെ അടുക്കളയിൽ വീണ് ഒരു പ്ലേറ്റ് പൊട്ടിക്കഴിഞ്ഞപ്പോഴേക്കും നീ അവളെ ഭയങ്കരമായിട്ടും വഴക്ക് പറഞ്ഞില്ലേ, അത് അവൾക്ക് സങ്കടമായി. രേവതി സച്ചിയോട് പറഞ്ഞു. ഇത് കേട്ട സച്ചി വിട്ടുകൊടുക്കുമോ? സച്ചിക്ക് സങ്കടമായി. ഈ ഡെക്കറേഷൻ എല്ലാം ചെയ്തത് രേവതിയും സച്ചിയും കൂടി ചേർന്നിട്ടല്ല ചന്ദ്രേ. നീ അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടായിരുന്നോ? അത് വളരെയേറെ മോശമായി പോയില്ലേ ചന്ദ്രേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അയ്യോ രവിയേട്ടാ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല രവിയേട്ടാ, സത്യമായിട്ടും പറഞ്ഞിട്ടില്ല രവിയേട്ടാ. ഇന്നത്തെ ദിവസം ഞാൻ രേവതിയെ വഴക്ക് പറഞ്ഞിട്ട് പോലുമില്ല. നീ വഴക്ക് പറഞ്ഞെന്നും പറഞ്ഞോണ്ടാ അവർ പിണങ്ങിപ്പോയത്. അവർ പിണങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്തും വർഷയും അവരോടൊപ്പം ഇറങ്ങി. പിന്നെ ബിരിയാണി മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയും അവരുടെ പിന്നാലെ പോയി. ഇതാണ് സംഭവം ഉണ്ടായത്. ഇതെല്ലാം ഒളിച്ചിരുന്നവർ ചിരിച്ചുകൊണ്ട് ഇതെല്ലാം കാണുകയാണ്. അയ്യോ രവിയേട്ടാ കഷ്ടമായി പോയല്ലോ രവിയേട്ടാ. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വാ നീ ഏതായാലും കേക്ക് മുറിക്കേ ചന്ദ്രേ. വേണ്ട ഞാൻ കേക്ക് മുറിക്കുന്നില്ല. അതെന്താ കേക്ക് മുറിക്കാത്തത്? നിന്റെ ബർത്ത്ഡേ ആഘോഷം നടക്കണ്ടേ? അവർ പോണെങ്കിൽ പോയിക്കോട്ടെ, ഇനി അവർ തിരിച്ചു വരെയൊന്നുമില്ല. അതുകൊണ്ട് നീ കേക്ക് മുറിക്കുക. ഇല്ല രവിയേട്ടാ, അവരില്ലാത്തത് കൊണ്ട് ഒരു ഉഷാറൊന്നുമില്ല. ഞാനെന്തിനാ വെറുതെ കേക്ക് മുറിക്കുന്നത്? ചുമ്മാ ബർത്ത്ഡേ ആഘോഷിക്കാനോ? ഇല്ലല്ലോ, എല്ലാവരുടെയും സന്തോഷം എനിക്ക് കാണണം, എല്ലാവരും എൻ്റെ ഒപ്പം കൂടെ ഉണ്ടായിരിക്കണം. അതാ എൻ്റെ ആഗ്രഹം. ഇതും ആരും എൻ്റെ കൂടെ ഇല്ലല്ലോ, പിന്നെ ഞാൻ കേക്ക് മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഞാൻ ഇന്നും കേക്ക് മുറിക്കുന്നില്ല രവിയേട്ടാ, ഞാൻ പോവാ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ പോകാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഇവരെല്ലാവരും കൂടി ഓടിച്ചെന്ന് ഹാപ്പി ബർത്ത്ഡേ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു സ്വീക്കൻസ് ഇങ്ങനെ പൊട്ടിച്ച് ചന്ദ്രയുടെ മേത്തേക്ക് ഇങ്ങനെ വിതറുകയാണ്. ഇത് കണ്ട ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നിക്കുകയാണ്. അപ്പം നിങ്ങൾ എന്നെ പറ്റിച്ചതാണല്ലേ, നിങ്ങൾ ഒളിച്ചു നിൽക്കുമായിരുന്നല്ലേ? അതെ, അമ്മയ്ക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി തന്നെ ഒളിച്ചു നിൽക്കുമായിരുന്നു. ഇനി വൈകിക്കണ്ട, കേക്ക് മുറിക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തോടെ ആഘോഷത്തോടു കൂടി തന്നെ ചന്ദ്ര കേക്ക് മുറിക്കുകയാണ്. സച്ചിക്ക് വായിൽ വെച്ച് കൊടുക്കുകയാണ്. സച്ചിയും വായിൽ അമ്മയ്ക്ക് വെച്ച് കൊടുക്കുകയാണ്. രേവതിയുടെ വായയിലും നമ്മുടെ ചന്ദ്ര കേക്ക് വെച്ച് കൊടുക്കുക. രേവതിയും അതേപോലെ തന്നെ ചന്ദ്രയുടെ വായയിലും. അപ്പോൾ ശ്രുതിക്ക് സങ്കടമായി, എന്നെ ഈ ഒരു നാടകത്തിൽ എന്നെയും കൂട്ടായിരുന്നു, അവരെന്നെ കൂട്ടിയില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച്. അങ്ങനെ എല്ലാവരും കേക്കൊക്കെ മുറിച്ച് ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദാ വരുന്നു മീര. അപ്പോൾ മീര വന്നു കഴിഞ്ഞപ്പോഴേക്കും ദൈവമേ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവോ? അങ്ങനെ ആ ആഘോഷത്തിനിടയിലേക്ക് മീര കയറി ചെല്ലുക. അപ്പോൾ രേവതി ഇത് മീരയാണല്ലോ, അവളെന്താണ് ഇപ്പോൾ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മീര അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും
ഈ ചന്ദ്ര ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നീ എന്ത് കാര്യത്തിന് ഇങ്ങോട്ട് വന്നത്? അത് പിന്നെ ആൻറ്റി, ഞാൻ ആൻറ്റിക്കൊരു സമ്മാനം തരാൻ വേണ്ടി വന്ന. എന്ത് സമ്മാനം? എനിക്കൊരു സമ്മാനം വേണ്ട, നീ കൊണ്ടുപോയിക്കണ്ടേ? അയ്യോ ആൻറ്റി, ഇതെൻ്റെ സമ്മാനമല്ല, ആൻറ്റിക്ക് തരാൻ വേണ്ടി ഒരാൾ എൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടതാണ് എന്നിങ്ങനെ പറയാം. അപ്പോൾ ശ്രുതി ആയിരിക്കും അല്ലേ? ശ്രുതി ആയിരിക്കും. അമ്മേ, ശ്രുതി കൊടുത്തു വിട്ട സമ്മാനം അമ്മേ, മേടിക്കാം അമ്മേ എന്ന് പറയുമ്പോൾ അവൾ ഒരു സമ്മാനം ഇവിടെ വേണ്ട. അയ്യോ ആൻറ്റി, അതിന് ഞാൻ ശ്രുതി തന്ന സമ്മാനം ഒന്നും പറഞ്ഞില്ലല്ലോ, ആൻറ്റി ഇതൊന്നും മേടിക്കേ. മേടിച്ച് കഴിയുമ്പോഴേക്കും ആൻറ്റിക്ക് ആ സർപ്രൈസ് മനസ്സിലാകും. ആൻറ്റി ഇതൊന്നും മേടിക്കുക. അങ്ങനെ മീര ഇങ്ങനെ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴേക്കും രവി പറയാണ്, മേടിക്കുക, അവളെ ഏതായാലും കൊണ്ടുവന്നല്ലേ, ചന്ദ്ര മേടിക്ക് ചന്ദ്രേ. അങ്ങനെ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴേക്കും മീരയുടെ കയ്യിൽ നിന്ന് ആ ഒരു സമ്മാനം മേടിക്കുകയാണ് നമ്മുടെ ചന്ദ്ര. അതല്ല, മേടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റി, ഇനി ഞാൻ പോവാണ് ആൻറ്റി, എൻ്റെ ഉത്തരവാദിത്തം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് മീര പോവാണ്. അപ്പോൾ ഇത് അവളുടെ ഒരു സമ്മാനം. ചന്ദ്ര, ഇത് ആര് തന്ന സമ്മാനമാണെന്ന് നമുക്ക് അറിയില്ലല്ലോ, ഏതായാലും നീ അത് തുറക്ക്. അങ്ങനെ ചന്ദ്ര അത് തുറന്നു കഴിഞ്ഞപ്പോഴേക്കും അതിലൊരു നെക്ലസ് ഇരിക്കുന്നതാ കാണുന്നത്. ഇത് കണ്ട് ചന്ദ്രയാണെങ്കിൽ, ഇതേ ഒരു ലെറ്റർ ഇരിക്കുന്നുണ്ടല്ലോ, ഇത് ശ്രുതി തന്നു തന്നെ, അവളൊരു സമ്മാനം പേരും കള്ളി എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു ചെയിൻ നമ്മുടെ ചന്ദ്ര വലിച്ചെറിയാണ്. എനിക്ക് അവളുടെ ഒരു സമ്മാനം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചെറിയുക. ഇത് കണ്ട രേവതിയും സച്ചിയും ഒക്കെ കണ്ണും പിടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുക. അല്ല, ഇതിലെന്തൊരു ലെറ്റർ ഉണ്ടല്ലോ, ആ ലെറ്റർ കൂടി ഒന്ന് വായിച്ച് നോക്കിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് സുധിയെ കൊണ്ട് വായിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ആൻറ്റിക്ക്, ഞാൻ എൻ്റെ ആൻറ്റിയെ എൻ്റെ അമ്മയെ പോലെ തന്നെയാണ് കാണുന്നത്. എനിക്ക് ആൻറ്റിയെ അത്രമാത്രം ഇഷ്ടമാണ്. ആൻറ്റിയുടെ പിറന്നാളാണെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ആൻറ്റിക്ക് കൊടുത്തയച്ച സമ്മാനമാണിത്. ഇത് ആൻറ്റി സ്വീകരിക്കണം. ഞാനൊരു തെറ്റ് ചെയ്തു, അത് ഞാൻ സമ്മതിക്കുന്നു ആൻറ്റി. ഇനി ഞാൻ മേലാൽ ഇങ്ങനൊരു തെറ്റ് ചെയ്യില്ല ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് അതിൽ എഴുതിയിരിക്കുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ചന്ദ്രയുടെ മനസ്സൊന്നും മാറുന്നില്ല. ഇനി നാളെ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്, ഇതൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.